നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു നൂറ്റാണ്ട് മുമ്പ് ദീർഘവീക്ഷണമുള്ള ഒരു എഞ്ചിനീയർ വന്ന് കയറിയില്ലായിരുന്നുവെങ്കിൽ കൊച്ചിക്ക് ഇതുപോലെ തഗ് ഡയലോഗ് അടിക്കാൻ കഴിയുമായിരുന്നില്ല. ആരാണ് അയാൾ? സർ റോബർട്ട് ബ്രിസ്റ്റോ. ഈ കൊച്ചി തുറമുഖത്തിൻ്റെ പെരുന്തച്ഛനും വില്ലിംഗ്ടൺ ഐലൻഡിൻ്റെ ശില്പിയുമായ സർ ചാൾസ് റോബർട്ട് ബ്രിസ്റ്റോ. ബ്രിസ്റ്റോ സാഹിബേ, നിങ്ങൾക്ക് അഭിമാനിക്കാം. കൊച്ചിയിലെ സാധാരണക്കാരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട്. ബ്രിസ്റ്റോ സാഹിബ് ഉപയോഗിച്ച, റോബർട്ട് ബ്രിസ്റ്റോ ഉപയോഗിച്ച വാസ്കോ എന്ന ബോട്ട് പുനർജനിക്കുകയാണ്. ആ കഥയാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ ആദ്യം. ആയിരത്തി 1341 പ്രളയത്തിൽ നിന്ന് നീന്തിക്കയറി വളർന്നു വന്ന നഗരമാണ് കൊച്ചി. കൊടുങ്ങല്ലൂരിലെ അതിപുരാതന മുസിരീസ് തുറമുഖത്തെ പ്രളയം വിഴുങ്ങിയപ്പോൾ പകരം വെച്ച കര. ആ കരയിലേക്ക് 1920 ഏപ്രിൽ 13 ചൊവ്വാഴ്ച ഒരു ബ്രിട്ടീഷുകാരൻ ഹാർബർ എഞ്ചിനീയർ കടന്നുവന്നു. പേര് റോബർട്ട് ബ്രിസ്റ്റോ. ബ്രിസ്റ്റോ വന്നിറങ്ങിയത് ഒരു നിയോഗവുമായിരുന്നു. അപ്പോൾ അതിനൊരു ആധുനിക തുറമുഖമാക്കി മാറ്റിയത് ഈ ബ്രിസ്റ്റോ ആണ്. അപ്പോൾ റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറഞ്ഞാൽ 20 ഇവിടെ വരുമ്പോൾ ഇത് ഇവിടെ ഒരു പോർട്ട് ഉണ്ടാക്കണമെന്ന് മാത്രമേ അയാൾക്ക് അജണ്ടയുള്ളൂ. അപ്പോൾ ആ പോർട്ട് നമ്മളെല്ലാവരും ഓർക്കുന്നത് എറണാകുളത്തിൻ്റെ അരികിലോ മട്ടാഞ്ചേരിയുടെ അരികിലോ കപ്പൽ പിടിക്കാനായിരിക്കും ചെയ്യുന്നത്. അയാൾ പറഞ്ഞത് കരയിൽ കപ്പൽ പിടിക്കുമെന്ന് പറഞ്ഞു. കരയിൽ കപ്പൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ 2 കരയിലേ ഉള്ളൂ. ഒരു ദ്വീപ് ഉണ്ടാക്കുമെന്ന് ഒരാളും വിശ്വസിച്ചിട്ടില്ല. കൊച്ചിക്ക് ആകാശം മുട്ട് സ്വപ്നം നെയ്യാനുള്ള സൂത്രവിദ്യയുമായി എത്തിയ ആ 40കാരൻ്റെ കയ്യൊപ്പ് ഈ നഗരത്തിൻ്റെ വികസന താളുകളിൽ മായാതെ കിടക്കുന്നു. ഇവിടെ ആദ്യ തലമുറയിൽ പോയവരെല്ലാം കപ്പലിലാണ് പോയത്. ആ കപ്പലിൽ പോകാൻ ഇവിടെ വന്ന് റെയിൽവേയിൽ വന്ന് ഇറങ്ങുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസ്, റെസ്റ്റ് ഹൗസ് എന്നാണ് എന്നിട്ട് ആ ചൊട്ടലായിട്ട് നിൽക്കുന്നത്. ഇതെല്ലാം ഒരു ടോട്ടൽ ഒരു പരിപാടിയാണ് അവിടെ ഉണ്ടാക്കിയത്. 1918 ബ്രിട്ടനിലെ പത്രങ്ങളിൽ വന്ന ഒരു പരസ്യമാണ് ബ്രിസ്റ്റോയെ കൊച്ചിയിലെത്തിച്ചത്. 1900 പവൻ ശമ്പളത്തിൽ ഇന്ത്യയിൽ ഹാർബർ എഞ്ചിനീയറായി ജോലി ചെയ്യാൻ ഒരവസരം. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ബ്രിസ്റ്റോ ജോലിക്കായി മദ്രാസിലെത്തി. അവിടെ നിന്ന് കൊച്ചിയിലേക്ക്. ഇവിടെ കൊച്ചിയിൽ ബ്രിസ്റ്റോയെ കാത്ത് ഒരാൾ കിടപ്പുണ്ടായിരുന്നു, വാസ്കോ. ആ വാസ്കോയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആയിരത്തി 1870 കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റായിരുന്ന JH ആസ്പിൻവാളിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൊച്ചി തുറമുഖം വികസിപ്പിക്കാം എന്ന ചിന്ത ഉയർന്നത്. അതിനു മുമ്പ് കൊച്ചി തീരത്ത് നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്ത് പുറംകടലിൽ കപ്പലുകൾ നങ്കൂരമിടും. ചരക്കുകൾ പത്തേമാരിയിൽ കയറ്റി വേണം കപ്പലിലെത്തിക്കാൻ. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള ആലോചനയാണ് ബ്രിസ്റ്റോയുടെ വരവിന് പിന്നിൽ. കൊച്ചി കായലിലെ വെണ്ടുരുത്തി എന്ന കൊച്ചു ദ്വീപിനോട് ചേർന്ന് കായലിലെ മണ്ണും ചെളിയും മണ്ണുമാന്തി കപ്പലുകൾ ഉപയോഗിച്ച് കോരിയെടുത്ത് നിക്ഷേപിച്ച് ബ്രിസ്റ്റോ കൃത്രിമ ദ്വീപ് നിർമ്മിച്ചു. ഇന്ത്യയിലെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ ദ്വീപ്. ആ ദ്വീപിൻ്റെ പേരാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറഞ്ഞൊരു പോർട്ട് മാത്രമല്ല, ആ വില്ലിംഗ്ടൺ ഐലൻഡിൽ ഒരു എയർപോർട്ട് ഉണ്ടാക്കിയാണ്. 2 റൺവേ ആണ്. നമ്മളിപ്പോഴും പലയിടത്തും ഒരു സൈസിലുള്ള റൺവേ ഉണ്ട്. ഇത് 2 ഡയറക്ഷനിൽ റൺവേ ഉണ്ട് അതിനകത്ത്. പിന്നെ അതിനകത്തൊരു കപ്പൽ കരയിലെടുക്കുന്ന ഒരു റെയിൽവേ ടെർമിനൽ കൊണ്ടുവന്നു. അതിനകത്ത് അന്ന് റെയിൽവേ അപ്പുറത്ത് നോർത്തിലുള്ള റെയിൽവേനെ നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്ന് 2 പാലം പണിത് റെയിൽവേനെ കൊണ്ടുവന്ന് ഇതിനകത്ത് മുട്ടി. കരമാർഗം എല്ലാ ചരക്ക് വണ്ടി, അന്നത്തെ ചരക്ക് വണ്ടികൾക്കും പിന്നെയുള്ള കാലത്തുള്ള ചരക്ക് വണ്ടികൾക്കും അത്രയും വീതിയിലാണ് റോഡെല്ലാം ഉണ്ടാക്കി. എല്ലാം തന്നെ 60 അടി 70 അടി റോഡുകളാണ്. നികത്തിയെടുത്ത കരയെ എറണാകുളവും ഫോർട്ട് കൊച്ചിയുമായി ബന്ധിപ്പിക്കാൻ ബ്രിസ്റ്റോ 2 പാലങ്ങൾ പണിതു. വെണ്ടുരുത്തി പാലവും മട്ടാഞ്ചേരി പാലവും. 3 ഘട്ടങ്ങളായാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 3.5 മൈൽ വീതിയുള്ള ഒരഴിമുഖം ആഴക്കടലിനെയും കൊച്ചിക്കായലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് രൂപം കൊണ്ടത്. മണ്ണുപയോഗിച്ച് 780 ഏക്കർ സ്ഥലം കായലിൽ നിന്ന് വികസിപ്പിച്ചെടുത്തു. ഈ പോർട്ട് പണിയുന്നതിന് ഏറ്റവും വലിയ പഠനം നടത്തിയിരിക്കുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്കാണ്.
വെള്ളത്തിൻ്റെ ഗതി നമ്മുടെ ഇവിടെ മഴക്കാലം വരുമ്പോൾ വേറൊരു ലെവൽ വേമ്പനാട് കായലിൽ നിന്ന് വരും, ചാലക്കുടി പുഴയിൽ നിന്ന് വരും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് പഠിച്ചതാണ്. അതിൻ്റെ ചാർട്ടെല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പലതോടെ ഉണ്ട്. അപ്പോൾ അത് പഠിക്കാനായിട്ട് പുള്ളി ഉപയോഗിച്ചത് ഉണക്ക തേങ്ങ കളറടിച്ച് പല ദിക്കിൽ നിന്ന് ഒഴുക്കി വിടും. എന്നിട്ട് അത് പല സ്ഥലത്തും പോയിട്ട് ബോട്ടുകളിൽ നിന്നിട്ട് അത് ശേഖരിച്ച് അതിൻ്റെ ഓരോ സമയത്ത് എത്ര സമയം കൊണ്ട് ഇവിടെ എത്തി, ഏത് ഡയറക്ഷനിലാണ് ഇത് വന്നതെന്ന്. അപ്പോൾ ഒഴുക്ക് മുഴുവൻ പഠിച്ചത് ഈ ബോട്ടുകളിൽ നടന്നാണിത്. 1936 ഓഗസ്റ്റ് 1 കൊച്ചി തുറമുഖം മേജർ പോർട്ടായി പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യ സർക്കാർ തുറമുഖത്തിന് നിയന്ത്രണമേറ്റെടുത്ത് ആദ്യ അഡ്മിനിസ്ട്രേറ്ററായി ബ്രിസ്റ്റോയെ നിയമിച്ചു. ഇങ്ങനെ കൊച്ചിയുടെ ജാതകം മാറ്റിമറിച്ച ബ്രിസ്റ്റോ ആദ്യമായി എത്തിയപ്പോൾ എതിരേൽക്കാനും നാട് കാണിക്കാനും ഒരാൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ മോട്ടോർ ബോട്ടെന്ന് കരുതപ്പെടുന്ന വാസ്കോ. ഇത് 1920 ഇതിൻ്റെ ബുക്കിൽ ഞാൻ വായിച്ചത് 1920 ഈ ബ്രിസ്റ്റോ സാഹിബ് വന്നിറങ്ങുമ്പോൾ ആ ബുക്കിൽ അങ്ങനെയാണ് അതിനെപ്പറ്റി പറയണത്. എന്നെയും കാത്ത അവളവിടെ കിടപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ഉള്ളതാണ്, 1920 മുന്നേ ഉള്ളതാണ്. വെള്ളത്തിൽ നടന്ന് ഇതിൻ്റെ പഠനം മുഴുവൻ നടത്താൻ പഠിപ്പിച്ച് ബോട്ടാണ്. അന്ന് എഞ്ചിൻ വെച്ച ബോട്ട് വന്ന കാലമാണത്. ഇതെല്ലാം ഈ ബ്രണ്ടൻ ബോട്ട് യാർഡെന്ന് പറഞ്ഞ വലിയ ബോട്ട് നിർമ്മാണശാല ഉണ്ടായിരുന്നു. അവിടെയാണ് ഇതൊക്കെ അത് സായിപ്പായിരുന്നു. അപ്പോൾ ആ ബോട്ട് ബ്രിസ്റ്റോ വന്ന് ഇവിടെ ഇറങ്ങണത് തന്നെ ഈ വാസ്കോ എന്ന ബോട്ടിലാണ് അയാൾ ആദ്യ ദിവസങ്ങളിലെല്ലാം നടക്കണം. അന്ന് റോഡൊന്നുമില്ല, നമുക്ക് ബോട്ടിലേ പോകാൻ സാധിക്കുള്ളൂ. ആ വാസ്കോ എന്ന ബോട്ടിൽ നടന്നപ്പോഴത്തേക്ക് അയാൾ ഡൊറോത്തി എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി വേറൊരു ബോട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഡൊറോത്തിയിലാണ് പുള്ളിക്ക് വേണ്ടി അയാളുടെ ആവശ്യങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന ബോട്ടാണ്. ഇതൊരു ജനറൽ ബോട്ടാണ് ഈ വാസ്കോ. പക്ഷേ വാസ്കോയാണ് അയാളെ ആദ്യം കൊണ്ടുവരുന്നത്. റോബർട്ട് ബ്രിസ്റ്റോയെ കരമാർഗം സഞ്ചാരപാതയില്ലാത്ത മട്ടാഞ്ചേരിയിലേക്കും ഫോർട്ട് കൊച്ചിയിലേക്കും ആദ്യമായി കൊണ്ടുപോയത് ഈ വാസ്കോയാണ്. ആ വാസ്കോയ്ക്ക് പുനർജീവൻ നൽകുകയാണ് പഴയ സാധനങ്ങൾ ലേലത്തിൽ പിടിച്ച് പൊളിച്ചു വിൽക്കുന്ന സിതാര ബ്രദേഴ്സ്. സാഹചര്യം ഞങ്ങളിത് സ്ക്രാപ്പ് എന്നുള്ള ലെവലിൽ പഴയൊരു സാധനം വിൽക്കാനുണ്ടെന്നുള്ള ഇതിൽ ഞങ്ങൾ കോട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഈ സാധനം കിട്ടി. ഇത് കിട്ടി ഞങ്ങളുടെ ഗോഡൗണിൽ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ അറിയണത്. അങ്ങനെ ഇത് ഏതായാലും അത് സംരക്ഷിക്കാമെന്നുള്ള ലെവലിലും അത് അവിടെ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് പ്രത്യേകിച്ച് വെക്കാൻ പറ്റിയ സ്ഥലവും സൗകര്യവും ഒന്നും അന്ന് നമ്മളുടെ കയ്യിലില്ലായിരുന്നു. ടിപ്പു സുൽത്താൻ കപ്പലും മുങ്ങിക്കപ്പലും അടക്കം വൻകിട സാധനങ്ങൾ ലേലത്തിൽ പിടിച്ച് പൊളിച്ചു വിറ്റ് പരിചയമുള്ള സിതാര ബ്രദേഴ്സിന്റെ കയ്യിൽ വാസ്കോ എത്തിയപ്പോൾ അവർ ഒന്ന് ചിന്തിച്ചു. കൊച്ചിൻ പോർട്രസ്റ്റിന്റെ പക്കൽ നിന്ന് പൊളിച്ചു വിൽക്കാനായി 2010 2 ലക്ഷം രൂപയ്ക്ക് വാസ്കോയെ ലേലത്തിൽ വാങ്ങിയത്. എന്നാൽ ഇത് വെറുതെ പൊളിച്ചു കളയാനുള്ള പാഴ്വസ്തുവല്ല, ചരിത്രത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവ് ഇപ്പോഴത്തെ ഉടമയായ സാജർ സിതാരയ്ക്കുണ്ടായി. അതിൻ്റെ ഒരു സാധനങ്ങളും നമ്മൾ മാറ്റിയിട്ടില്ല. അതിൻ്റെ എന്തൊക്കെ അതിലുണ്ടായിരുന്നു അതൊക്കെ എല്ലാം അതേപടി തന്നെ നിലനിർത്തുക. വേറെ അതിലേക്ക് കൂട്ടിച്ചേർക്കാനും നിന്നില്ല, അതിൽ നിന്നൊന്നും എടുത്ത് മാറ്റാൻ നിന്നില്ല. ആ ഉള്ള വസ്തുക്കൾ ഏതായാലും അതിൻ്റെ ഒന്നിനും ഒരു കേടുപാടുകൾ ഇത്രയും കാലത്തിനിടയ്ക്ക് വന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ യാത്രാ കപ്പലായ ടിപ്പു സുൽത്താൻ ഞങ്ങളാണ് പൊളിച്ചത്. പിന്നെ അതൊക്കെ പൊളിക്കാതെ ഇരിക്കാൻ നിർവാഹമില്ലായിരുന്നു, കാരണം അത് പൊളിക്കണമെന്ന് തന്നെ അതിൻ്റെ ടെൻഡർ കണ്ടീഷനിലുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ യുദ്ധ മുങ്ങിക്കപ്പലായ സിന്ധു ധ്വജ്, അതും ഞങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസം പൊളിച്ചത്. ഈ ഷിപ്പ് മേഖലയിലേക്ക് തിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 30 വർഷം അടുക്കാറായി. അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് ബ്ലൂഫിൻ എന്ന് പറഞ്ഞൊരു ഷിപ്പാണ്. അത് IFB ഇൻ്റഗ്രേറ്റഡ് ഫിഷറീസ് പ്രൊജക്റ്റിൻ്റെ ഒരു ഷിപ്പായിരുന്നു. അതാണ് ഫസ്റ്റ് എടുക്കുന്നത്. അതിൽ നിന്ന് ആണ് നമ്മളുടെ തുടക്കം. സഹോദരങ്ങളുമായി കൂടിയാലോചിച്ച് വാസ്കോയ്ക്ക് ഉചിതമായ സ്മാരകമൊരുക്കാൻ അവർ തീരുമാനിച്ചു. റോബർട്ട് ബ്രിസ്റ്റോയുടെ ഓർമ്മകൾ പതിഞ്ഞ വാസ്കോയോട് പോർട്രസിന് തോന്നാത്ത ആദരവ് ഈ സാധാരണക്കാർക്ക് തോന്നി. പബ്ലിക്കിന് നമുക്കിത് ഏത് സമയത്തും വന്ന് ഫോട്ടോസും കാര്യങ്ങളും ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അറിയാനും വേണ്ടിയിട്ട് നമ്മുടേതായ തന്നെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മളിതൊരു റീപ്ലേസ് ചെയ്ത് വെക്കും. എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് തന്നെ പ്രൊജക്റ്റ് തന്നെ ഒരു കൺവെൻഷൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ കൺവെൻഷൻ സെൻ്റർ ആകുമ്പോൾ നമുക്ക് പല മേഖലയിൽ നിന്നുള്ള പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ കൊച്ചിയിലോട്ട് വരും. അങ്ങനെ നമ്മളിതൊരു പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കിയിട്ട്
ഇതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററിയും അവയർനെസ്സും കാര്യങ്ങളെല്ലാം. ചരിത്രമുറങ്ങുന്ന ബോട്ട് പുനർനിർമ്മിച്ച് പൊതുജനങ്ങൾക്ക് കാണാനാവും വിധം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. ഇതിനായി 10 ലക്ഷത്തോളം രൂപയുടെ ചിലവ് പ്രതീക്ഷിക്കുന്നു. (2019) ലേലത്തിനെടുത്ത ബോട്ട് മഴയും വെയിലുമേൽക്കാതെ സംരക്ഷിച്ചു. വിദഗ്ധരായ തൊഴിലാളികളെ കണ്ടെത്തി പഴയ മാതൃകയിൽ തന്നെ പുനർനിർമ്മിച്ചു. ആ മരം തന്നെ അതിൻ്റെ ബാക്കി മരങ്ങളും പിന്നെ അതിൻ്റെ സ്റ്റിയറിങ് താഴെ വീണ് കിടക്കണമായിരുന്നു. അതവർ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുണ്ട്. പിന്നെ എൻജിനൊന്ന് ഓവർറോൾ ചെയ്യണം. എൻജിൻ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഏതായാലും വെള്ളത്തിലിറക്കുന്നില്ല. പൂർണ്ണമായും തേക്കിൻതടിയിൽ നിർമ്മിച്ച ബോട്ടിൻ്റെ പുനർനിർമ്മാണം ആരംഭിച്ചത് 4 മാസം മുമ്പാണ്. പതിറ്റാണ്ടുകളായി ബോട്ട് നിർമ്മാണത്തിൽ വിദഗ്ധരായ ജെയ്സണും ചാനപ്പനും ഇപ്പോൾ ലഭിച്ച നിയോഗം ഭാഗ്യമായി കരുതുന്നു. ഇത് എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. എന്നുള്ളത് നല്ലൊരു ഇതാണിത്. അപ്പോൾ ബോട്ട് നല്ല ഐശ്വര്യമായിട്ട് പണിയാനായിട്ടുള്ള രീതിയിൽ അവരുടെ അനുവാദം കിട്ടിയതുകൊണ്ട് നമ്മൾ അതുപോലെ നീറ്റായിട്ട് പണിതുകൊണ്ടിരിക്കണേ. നല്ല ഭംഗിയായിട്ട് പണിയണമെന്നുള്ളതാണ് നമ്മുടെ ആശയവും. അത് തന്നെ പ്രത്യേകതയുണ്ട്. അതൊരു വലിയൊരു ഇതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ഇതായിട്ട് അതുകൊണ്ടാണ് നമുക്ക് അതിനോട് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പണിതുകൊണ്ടിരിക്കണേ. പാരമ്പര്യമായിട്ട് അപ്പനായിട്ട് ഈ പണിയാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റ് ബോട്ടും ലൈൻ ബോട്ട് ആൾക്കാറ്റ് ബോട്ട് ഈ ടൂറിസ്റ്റ് ബോട്ട് പണിതുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട്. മറ്റേ ബോട്ട് ഇത്ര ഫിനിഷിങ് നമ്മൾ പണിയാറില്ല. ഇപ്പോൾ ഇത് ഈ മ്യൂസിയത്തിൽ വെക്കാറുണ്ട്. ഇത്ര ഫിനിഷായിട്ട് പണിയാണ്. റോബർട്ട് ബ്രിസ്റ്റോയ്ക്ക് കൊച്ചിയിൽ സ്മാരകങ്ങളൊന്നുമില്ല. പക്ഷേ ജനമനസ്സുകളിൽ ബ്രിസ്റ്റോ സാഹിബ് എന്ന നവീന കൊച്ചി ശില്പിയുടെ ഓർമ്മകളുണ്ട്. ചരിത്രബോധത്തിൻ്റെ ഒരു വലിയ കുറവ് നമുക്ക് എല്ലാ മേഖലയിലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ട് നമ്മളിതൊക്കെ അറിഞ്ഞ അയാളും പൊളിച്ച് ഇത് വിറ്റിരുന്നെങ്കിൽ അയാൾ എല്ലാ സാധനവും സ്ക്രാപ്പ് പോലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കരുവേലിപ്പടിയിലെ ബോട്ട് യാർഡിൽ വാസ്കോ പുനർജനിക്കുകയാണ് പുതുതലമുറയോട് കൊച്ചിയുടെ കഥ പറയാൻ.